ശ്രീരാജന് ആര്യയുടെയും മിഥുവിന്റെ കേസ് ഒരുപാട് ദിവസങ്ങളായിട്ട് ചാനൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഉടൻ തന്നെ മേയർ ആര്യ പോലീസ് ചോദ്യം ചെയ്യുന്നതാണ്. എന്റെ സംശയം, മേയർ ആര്യ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ കേരള പോലീസിനെ പറ്റും. കാരണം ഭരിക്കുന്ന പാർട്ടി CPM ആണ്, ആ പാർട്ടിയുടെ മേയർ. തീർച്ചയായിട്ടും അവരെ കോടതിയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യേണ്ടതാണ്. അവർ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം കുറുക്കെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇട്ടതിന് ശേഷം അതിനകത്തെ മൊബൈൽ വീഡിയോ, സാധാരണ മദ്യപന്മാരൊക്കെ പറയുന്ന ഭാഷയിൽ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. മറ്റൊരാളിന്റെ കസ്റ്റഡിയിലുള്ള മൊബൈലിൽ അയാൾ സ്വാഭാവികമായിട്ടും അശ്ലീലമായിട്ടുള്ള രംഗങ്ങളൊന്നും അല്ല അതിനകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെ പറയേണ്ട യാതൊരുവിധ ഒരു ആരുടെയും സ്വകാര്യതയെ കവർന്നെടുക്കുന്ന ഒന്നും ആയില്ല. പൊതു താല്പര്യപ്രകാരമുള്ള ഒരു ഷൂട്ടിംഗ് പത്രപ്രവർത്തകർ നടത്തുന്ന പോലെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത് ഡിലീറ്റ് ചെയ്യാൻ പറയുക. അപ്പോൾ ആ ബസ്സിൽ നിന്ന് തന്നെ മെമ്മറി കാർഡ് കാണാതാവുക. ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു മേയർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. നഗരത്തിലെ ജനങ്ങൾക്കും പൗരന്മാർക്കും ഒക്കെ മാതൃക ആവേണ്ട ഒരാളുടെ പെരുമാറ്റം, അതും പൊതുമധ്യത്തിൽ വെച്ച് പൊതുമണ്ഡലത്തിൽ വെച്ച് ഇങ്ങനെയാവുമ്പോൾ തീർച്ചയായിട്ടും അവരെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഇട്ട് ചോദ്യം ചെയ്യേണ്ട ഒരു കുറ്റം തന്നെയാണ്. അങ്ങനെ തന്നെയാണല്ലോ നമ്മളിപ്പോൾ കണ്ടത്. HD രേവണ്ണ എന്ന് പറയുന്ന MP ദേവഗൌഡയുടെ കർണാടകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ കുടുംബമായ മുൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്തിരിക്കുന്നു. SITയുടെ കേജ്രിവാളിനെ, അതെ, ഡൽഹി പോലീസ് കേജ്രിവാളിനെ അതുപോലെ തിഹാർ ജയിലിൽ ഇപ്പോൾ കോടതിയെ റിമാൻഡിൽ ഇട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം പോലും നിഷേധിച്ചിരിക്കുകയാണ്. അതാണ് നിയമവാഴ്ചയുടെ ശക്തമായിട്ടുള്ള രീതി. നിയമവാഴ്ച അങ്ങനെയും നടത്താം. പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥലത്തില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളും ആജ്ഞകളും ഒക്കെയാണല്ലോ ഭരണനിർവഹണം നടത്തുന്നത്. എന്നതുകൊണ്ട് പോലീസ് ഇപ്പോൾ ഞങ്ങൾ എപ്പോൾ വന്നാൽ സൗകര്യമായിരിക്കും ചോദ്യം ചെയ്യാൻ എന്ന് വിനയപൂർവ്വം ചോദിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് അത് മാറ്റിവെച്ചിട്ട് അപ്പോൾ ചോദ്യം ചെയ്യും. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യമുള്ളത്, യദുവിനെ ചോദ്യം ചെയ്യും. യദുവിനെ ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം അവർക്ക് ലഭിക്കും. ആ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ മെമ്മറി കാർഡ് എന്ന് പറയുന്നതാണ് ഇതിലെ സാക്ഷി എന്ന് പറയുന്നത്. സാക്ഷി ഇപ്പോൾ ഒളിവിലാണ്. സാക്ഷി ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. ആരോ സാക്ഷിയെ ബലമായി തടവിലെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് മിക്കവാറും അവിടെ ഉണ്ടായിരുന്ന കണ്ടക്ടർ, അദ്ദേഹം CITUവിന്റെ ആളാണ്. ആ കണ്ടക്ടർ നേരെ കമ്മ്യൂണിക്കേഷൻ ആദ്യം നടന്നത് KSRTCയിലല്ല, ഔദ്യോഗിക കൃത്യനിർവഹണമായിട്ട് പോലും, പാർട്ടി കൃത്യനിർവഹണം അല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം അത് നേരെ AA റഹീമിനാണ് കൊടുത്തത്. അപ്പോൾ ഈ പ്രബലനായിട്ടുള്ള രാഷ്ട്രീയ നേതാവുമ്പോൾ അദ്ദേഹത്തിന് ബസ്സിൽ നിന്നൊരു മെമ്മറി കാർഡ് നീക്കം ചെയ്യിപ്പിക്കാൻ നിസ്സാരമായിട്ട് കഴിയും. കാരണം CITU എന്ന് പറയുന്നതാണ് KSRTCയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള യൂണിയൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആജ്ഞ ശിരസാവഹിച്ചേ പറ്റൂ. തന്നെയല്ല, പോലീസ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഇവിടെ എത്താൻ വളരെയധികം വൈകി. പിന്നെ അതിനുശേഷം 1.5 മണിക്കൂറോളം പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണത്തിലായിരുന്നു. അവിടെയും ഈ രാഷ്ട്രീയക്കാർക്ക് ഇടപെട്ട് ഞാൻ മെമ്മറി കാർഡ് മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ അതിന് അനുവാദം കൊടുക്കുന്ന പോലീസ് ആണല്ലോ കേരളത്തിലുള്ള. DGP വരെ ഈ ആഭ്യന്തര വകുപ്പിനെ വിധേയനാണെങ്കിൽ ഇവിടെ സ്വതന്ത്രമായിട്ടൊരു പോലീസ് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കൂ. ചോദ്യം ചെയ്യലും ആ ഒരു അസ്വാതന്ത്ര്യത്തിന്റെ ഒരു കുടക്കീഴിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ നടപടി ഉണ്ടായവർ ചോദ്യം ചെയ്തേ പറ്റൂ. കാരണം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് കോടതി തന്നെയാണ്. എന്നതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിലും ഒരു വഴിപാടിന് വേണ്ടിയെങ്കിലും അവർ ആ നടപടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് ജാമ്യമില്ലാത്ത വകുപ്പായതുകൊണ്ട് ഇതില് FIRൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള വകുപ്പുകൾ അബദ്ധത്തിലോ സുബദ്ധത്തിലോ പറ്റിയിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് നീക്കം ചെയ്യുക, അത് വളരെ ശക്തമായിട്ടുള്ളൊരു വകുപ്പാണ്. തെളിവ് നശിപ്പിക്കലിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. അങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസ് ആയതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അതിന് വളരെ ഗൗരവം വരുന്നത്. അത് FIRൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിന് പിൻവാങ്ങാൻ പറ്റില്ല. കോടതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. എതിർഭാഗം അഭിഭാഷകൻ ശക്തമായിട്ട് അത് ഉന്നയിക്കാനും ഇടയുണ്ട്. എന്നതുകൊണ്ട് അതിന് ഉപോദ്ബലകമായിട്ടുള്ള വസ്തുതകൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് പോലീസിന് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നതുകൊണ്ട് ചോദ്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഉത്തരങ്ങൾ അവരുടെ FIRനെ സാധൂകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു വെട്ടിൽ ഇപ്പോൾ പോലീസ് തൽക്കാലം പെട്ടിട്ടുണ്ട്. എങ്ങനെ സംഭവിച്ചതായാലും ശരി, ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതായാലും ശരി, സതുദ്ദേശത്തോടെ സംഭവിച്ചതായാലും ശരി, നല്ലത് തന്നെയാണ്. ചോദ്യം ചെയ്യേണ്ടി വരും, തീർച്ചയായിട്ടും ചോദ്യം ചെയ്യേണ്ടി വരും. ഒരു മേയറുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, ഒരു പാർട്ടിയുടെ പേരിലല്ല, മേയറുടെ അധികാര
പ്രമത്തത കാരണം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് കേരളത്തിലെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് CPM-ഉം അതുപോലെ തന്നെ അതിന്റെ എതിരാളികളും തമ്മിലുള്ള ഒരു സൈബർ യുദ്ധമോ അല്ലെങ്കിൽ യുദ്ധമോ അല്ല. തീർച്ചയായിട്ടും പൊതുജന വികാരം, അധികാര പ്രമത്തതയുള്ള, അധികാരത്തിന്റെ ഹൂട് കാണിക്കുന്ന ഒരു മേയർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമാണ്. കേരളത്തിലെ ജനം മുഴുവൻ, തിരുവനന്തപുരത്തെ ജനങ്ങളും പാർട്ടി നോക്കാതെ, മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ മേയർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയുണ്ട്. കേരള പോലീസും മേയറുടെ ഭരിക്കുന്ന പാർട്ടിയും എത്രത്തോളം നിയമ നടപടി സ്വീകരിക്കും കണ്ടറിയാം. നന്ദി ശ്രീ രാജേന്ദ്രൻ. ഓക്കെ.